പ്രിയ ആരാണെന്നറിഞ്ഞിട്ടും കരയുന്നു. ഐ ഹോപ്പ് ഇതൊന്നും ആലിയെ ബാധിക്കില്ലെന്ന്. എന്റെ കൂട്ടുകാരന്റെ രണ്ട് കണ്ണും നിറഞ്ഞു. നിന്റേത് മുതലക്കണ്ണീരാണോന്ന് നോക്കട്ടെ. ആ കണ്ണടി ഒന്ന് മാറ്റിക്കേ. മാറ്റ്. അബി, അവളുടെ കാതിൽ എന്താ പറയുന്നത്? ഞങ്ങളും ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ആന്റിക്ക് കേൾക്കണോ? ഞാൻ ഇവളോട് പറയുമായിരുന്നു എനിക്ക് ഇവളെ ഭയങ്കര വെറുപ്പാണെന്ന്. പിന്നെ വെറുത്തുകൊണ്ടേ ഇരിക്കുമെന്നും അല്ലേ? എന്റെ ദൈവമേ, എന്തൊരു വലിയ തമാശക്കാരനാണ് ഇവൻ. ഒരു മിനിറ്റ്. ഇപ്പൊ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു. ഇനി റിംഗ് എക്സ്ചേഞ്ച് ആണ്. ഒന്ന് അടങ്ങിയിരിക്കും കുഞ്ഞേ. റിംഗ് സെറിമണിക്ക് മുൻപ് പാട്ടും ഡാൻസും ഒക്കെ ആകാം. അപ്പൊ ഇനി പ്രണവേട്ടനും ആലിയ ചേച്ചി ഡാൻസ് കളിക്കുന്നതായിരിക്കും. ഏയ്, ഇത് റോക്ക് സ്റ്റാറിന്റെ വീടാണ്. ഏറ്റവും ആദ്യം റോക്ക് സ്റ്റാർ ഡാൻസ് ചെയ്യും അവന്റെ ഭാര്യയോടത്ത്. പിന്നെ അല്ലാതെ നമ്മുടെ സിംഹക്കുട്ടിയല്ലേ, തുടങ്ങുകയല്ലേ റോക്ക് സ്റ്റാർ. പിന്നെ സിംഹം പേടിക്കാറില്ല, പേടിപ്പിക്കാറേ ഉള്ളൂ. ശരിയല്ലേ? റൈറ്റ്. വാ. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ലെന്ന്. പിന്നെ എന്തിനാ എന്നെ വീണ്ടും ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? നീ എപ്പോഴും എന്നെ മര്യാദ പഠിപ്പിക്കുകയല്ലേ. എന്നാൽ ഇന്ന് ഞാൻ നിനക്ക് ഒരു പാഠം പഠിപ്പിച്ചു തരാം. പ്ലീസ്, എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ വിട്ടേക്ക്. പ്രിയ ചേച്ചി, അമ്മ കുഴപ്പമില്ല. അറിയാതെ കൈയൊന്നു സ്ലിപ്പായി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഒന്നുകൂടി ഡാൻസ് ചെയ്താലോ? ഇതാണ് ലെസൺ നമ്പർ 2. ലെസൺസ് ഇനിയുമുണ്ട്. അത് കഴിഞ്ഞാൽ നീ എന്നെ പോലെ തന്നെ ഡാൻസ് ചെയ്യും. ഇവര് പ്രണയിക്കാനുള്ള ഒരു അവസരവും പാഴാക്കില്ലെന്നാ തോന്നുന്നത്. ലൈല മജ്നു ജോഡിയാണോ ഇത്? തനു, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. വെയിറ്റ്, ലിസൺ ടു വാട്ട് ഐ ആം സീയിങ്. നീ എന്തിനാ പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോന്നെ? വേറെന്ത് ചെയ്യാനാ? അബിയുടെയും പ്രിയയുടെയും റൊമാൻസ് കാണണോ? അതോ അവര് കൈകോർത്ത് പിടിച്ച് ഒരുമിച്ചിരിക്കുന്നത് കാണണോ? തനു, അവരത് വെറും ചടങ്ങിന് വേണ്ടി ചെയ്തതാ. ഇതെല്ലാം നിന്റെ തെറ്റാ. നീ അവര് രണ്ടുപേരുടെയും വിവാഹം നടത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ പ്രിയ അവളുടെ അവകാശം കാണിക്കില്ലായിരുന്നു. തനു, നിനക്ക് നന്നായിട്ട് അറിയാം ഞാൻ എന്തിനു വേണ്ടിയാ ഇതൊക്കെ ചെയ്തത്. ഓഫ് കോഴ്സ്. കാരണം നിനക്ക് പ്രണവിന് വേണമായിരുന്നു. അതുകൊണ്ട് പ്രിയ അബിയുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നു. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് സ്റ്റുപ്പിഡ് ഡ്രാമ അബി എന്റെ ലൈഫിൽ നിന്ന് ദൂരെ പോവാണ്. തനു, എന്റെ കല്യാണം ഒന്നും നടന്നോട്ടെ, അതുവരെ നീ ഒന്ന് ക്ഷമിക്ക്. ഒന്നും കേൾക്കണ്ട, ഞാൻ പോകുന്നു. എനിക്കിവിടെ നിക്കണ്ട. ശരി, പൊയ്ക്കോ. പ്രണവ് എന്നെ എങ്ങനെ ഒഴിവാക്കിയിട്ട് പോയോ അതുപോലെ നീയും എന്നെ ഒഴിവാക്കിയിട്ട് പൊയ്ക്കോ തനു. തനു, ലുക്ക് ഹിയർ. നീ എന്താ കരുതിയേ? ഏട്ടനെ ആ കണ്ണാടിക്കാരിയോടൊപ്പം കാണുന്നതിൽ
എനിക്ക് വളരെ സന്തോഷമാണെന്നോ? നോ തനു, ദിസ് ഇസ് ഓൾ എ പാർട്ട് ഓഫ് എ പ്ലാൻ. ഏട്ടൻ ആ കണ്ണാടിക്കാരിയുടെ അടുത്തേക്ക് പോകുന്നത് അവളെ ടോർച്ചർ ചെയ്യാനാണ്. മുഴുവൻ ഫാമിലിയുടെ മുന്നിൽ വെച്ച് അവളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ അച്ഛമ്മയുടെ മുന്നിൽ അവളുടെ തനി സ്വരൂപം കാണിച്ചു കൊടുക്കാൻ വേണ്ടി. തനു, വാട്ട്സ് റോങ് വിത്ത് യു? ലിസൺ തനു, ഞാൻ അവളുടെ തനി സ്വരൂപം എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവന്നിരിക്കും. അതും ഇന്ന് തന്നെ. ഇന്ന് ഈ എൻഗേജ്മെന്റ് ഡേയിൽ അവളുടെ യഥാർത്ഥ മുഖം എല്ലാവരുടെയും മുന്നിൽ കാണിച്ചു കൊടുത്തിരിക്കും. ഇനി ഇതിനായി എനിക്ക് ഒറ്റയ്ക്ക് പൊരുതേണ്ടി വന്നാൽ പോലും. ഇനിയും നിനക്ക് പോണമെന്നുണ്ടെങ്കിൽ തനു, നീ പൊയ്ക്കോ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇവിടെ ആരും നിന്നെ ശല്യം ചെയ്യുന്നൊന്നുമില്ലല്ലോ? ഇല്ല മോളെ, എനിക്ക് പ്രിയ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മുറിവൊന്നും പറ്റിയില്ലല്ലോ? ഇത് എന്ത് ഡാൻസാ മോളെ? ആരെങ്കിലും ഇങ്ങനെ താഴെ ഇടൂ. ഇല്ലമ്മേ, അത് അമ്മയ്ക്ക് അറിയില്ല. എനിക്ക് ഡാൻസ് ഒന്നും അറിയില്ല. അതുകൊണ്ടാ. പിന്നെ ആ പാട്ടും അങ്ങനത്തെ ആയിരുന്നില്ലേ? അദ്ദേഹം എന്നെ പിടിക്കാൻ നോക്കിയതാ. അമ്മ കണ്ടില്ലേ വീണപ്പോ എത്ര ടെൻഷനായിന്ന്. പക്ഷേ പ്രിയ, അമ്മേ, അദ്ദേഹം എന്നെ നന്നായി നോക്കുന്നുണ്ട്. ഞാൻ വീണപ്പോ അദ്ദേഹത്തിന് ഒത്തിരി വിഷമായി. എന്നോട് എത്ര തവണ സോറി പറഞ്ഞെന്നോ അമ്മേ? സത്യം. അമ്മ വേഗം വാ, നിശ്ചയത്തിന് സമയമായി. അങ്ങോട്ട് പോവാം. വാ, നടക്ക. റോബിൻ, നീ ഇവിടെ എന്ത് ചെയ്യാ? അച്ഛമ്മ നിന്നെ അന്വേഷിക്കുന്നു. ചെന്ന് നോക്ക്. ഓക്കേ മാഡം. ഇതിലേത് പേഴ്സായിരിക്കും ആ കണ്ണാടിയുടേത്? ഇതാവും. ഇതല്ലേ അവളുടെ കയ്യിൽ കണ്ടത്? ആലിയ, നീ എന്ത് ചെയ്യാ? ആ പേഴ്സിൽ എന്താ വെക്കുന്നത്? ആ പേഴ്സിലല്ല, ഈ പേഴ്സിലാണ്. ഈ പേഴ്സിൽ എന്റെ എൻഗേജ്മെന്റ് മോതിരം വെക്കുകയാണ്. കാരണം എനിക്ക് പ്രിയയെ തരം താഴ്ത്തി കാണിച്ചേ മതിയാവും. എല്ലാവരുടെയും മുന്നിൽ അവളെ ഇൻസൾട്ട് ചെയ്യണം എനിക്ക്. എല്ലാവരെയും കാണിക്കണം എനിക്ക് അവൾ എത്ര മോശക്കാരിയാണെന്നും ഗ്രീഡിയാണെന്നും. നിങ്ങൾക്കെന്നെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനാവില്ല മൈഥിലിയെടുത്തി. ആലിയ, നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്കിതെല്ലാം എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു? പ്രിയ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നവളാ. സത്യസന്ധയായ നിഷ്കളങ്കയായ ഒരു മിഡിൽ ക്ലാസ്സിലെയാ. നമ്മുടെ ഇത്രയും വലിയ വീട്ടില് അവൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നീ പ്രിയയെ പറ്റി ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? അവള് പ്രശ്നത്തിലാക്കുവാണോ? എന്നിട്ട് നീ കരുതുന്നോ ഞാൻ നിന്നെ സഹായിക്കുമെന്ന്? ഇതെല്ലാം ചെയ്യുന്നതിൽ നിന്ന് ഞാൻ നിന്നെ തടയുമെന്നും? ഞാൻ നിന്നെ തടയില്ല. മറിച്ച് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പോവാ. ഏട്ടത്തി എന്നെ സഹായിക്കുന്നു. അഫ്കോഴ്സ് നിന്നെ ഞാൻ സഹായിക്കും. പിന്നെ അതിന് പകരമായി എനിക്ക് എപ്പോഴെങ്കിലും നിന്റെ സഹായം ആവശ്യമായിട്ട് വന്നാ അപ്പൊ നീ എന്നെ സഹായിക്കണം. അല്ല, അങ്ങനെയൊക്കെയല്ലേ ഒരു ഫാമിലി മുന്നോട്ട് പോകുന്നേ. പക്ഷെ നീ ചെയ്യുന്നത് തെറ്റാ. നീ ഇപ്പൊ മോതിരം ഇടാൻ പോകുന്ന ഈ പേഴ്സില്ലേ, അത് പ്രിയയുടെ അല്ല. ആലിയ, ദാ വന്നു അച്ഛമ്മേ. ഇത് പിടിക്ക്. ശ്രദ്ധിച്ചു വേണം. ഈ റിംഗ് പ്രിയയുടെ പേഴ്സിൽ തന്നെ ആരും കാണാതെ ഇടണം. ദാ വന്നു അച്ഛമ്മേ. ഇതില് പ്രിയയുടെ പേഴ്സ് ഇത് തന്നെ. ഞാനല്ലേ അവക്കത് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. ആ കടയിൽ ഏറ്റവും വില കുറഞ്ഞ പേഴ്സല്ലായിരുന്നു ഇത്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് പ്രണവേട്ടന്റെയും ആലിയ ചേച്ചിയുടെ റിംഗ് എക്സ്ചേഞ്ച് ആണ്. ഇപ്പൊ എല്ലാ ചടങ്ങുകളും തീർന്ന സ്ഥിതിക്ക് ഇവർ പരസ്പരം റിംഗ് ഇട്ട് കൊടുക്കും. പ്രിയ, മോളെ പോയി റിംഗ് എടുത്തോണ്ടോ. ശരി അച്ഛമ്മ. ബുൾബുൾ, നീ ഇതെവിടെ പോവാ? അമ്മ, എനിക്ക് വാഷ്റൂമിൽ പോണം. ഇപ്പൊ എൻഗേജ്മെന്റ് നടക്കാൻ പോവല്ലേ? കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോ. നിന്റെ കാര്യം മോളെ, ഇത് ശരിയല്ല കേട്ടോ. വന്നു നിൽക്ക.
താങ്ക് യു ഏട്ടത്തി. അബി, ഇതില് റിങ്ങില്ല. റിംഗ് ഇല്ലാന്ന് വെച്ചാ ഞാൻ ഈ ബോക്സിൽ തന്നെയാണല്ലോ വെച്ചത്. പിന്നെ റിംഗ് എവിടെ പോവാനാ? എന്നിട്ട് ഞാൻ ഈ ബോക്സ് എടുത്തിട്ട് കയ്യിലാ കൊടുത്തത്. അതെ, പക്ഷേ ഞാൻ ബോക്സ് ഡയറക്റ്റായിട്ട് ട്രെയിലാ വെച്ചത്. ഐ എം സോറി, ഞാൻ ചെക്ക് ചെയ്ത് പോലെ നോക്കിയില്ല. ആലിയ, നിനക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ടോ റിങ് ഇതിലാണ് വെച്ചതെന്ന്? അതെ അച്ഛമ്മ, ഞാൻ വളരെ ശ്രദ്ധിച്ചാ വെച്ചത്. അതും ഈ ബോക്സിൽ തന്നെയാ വെച്ചത്. Are you sure? Yes, Etta, I'm absolutely sure. How can I mess up in this? അപ്പൊ പിന്നെ ഇത് എവിടെ പോയി? ഇങ്ങനെയൊന്നും ഈ വീട്ടിൽ മുൻപ് സംഭവിച്ചിട്ടില്ലല്ലോ. അതെ അച്ഛമ്മ, ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല. കാരണം ഇതുവരെ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ആലിയ, നിന്റെ മുറിയിൽ പോയി ചെക്ക് ചെയ്യൂ. ചിലപ്പോൾ ധൃതിയിൽ എവിടെയെങ്കിലും വെച്ചതാവാം. ശരി, ഞാൻ നോക്കിയിട്ട് വരാം അച്ഛമ്മ. ആലിയ, ഞാനും കൂടി നിന്റെ കൂടെ വരാം. വരൂ ഏട്ടത്തി. ഞാനിപ്പോ വരാം. സത്യം പറഞ്ഞ ഏട്ടത്തി, ശരിക്കും ചെക്ക് ചെയ്തോ ആ റിങ് വെച്ച പേഴ്സ് പ്രിയയുടേത് തന്നെയാണെന്ന്? ഓഫ് കോഴ്സ് ആലിയ, എനിക്ക് വളരെ നന്നായിട്ട് അറിയാം പ്രിയയുടെ പേഴ്സ് ഏതാണെന്ന്. അയ്യോ ദൈവമേ, ഇനി ഇവളെങ്ങാനെല്ലാം കേട്ടു കാണൂ. തനു, ഞങ്ങള് കരുതി ഇവിടെ കൂടെ ഒന്ന് നോക്കാന്ന് അല്ലേ? വാവ് ആലിയ, വാട്ട് എ പ്ലാൻ. റിംഗ് നീ ഒളിപ്പിച്ചു, പക്ഷെ പഴിയേൽക്കാൻ പോകുന്നതാ പ്രിയ. അപ്പൊ ഇവള് നമ്മുടെ സൈഡാണോ? കല്യാണത്തിന് മുമ്പേ ഇവര് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഈ കല്യാണം തന്നെ നടക്കില്ലായിരുന്നല്ലോ. മൈഥിലി എടുത്ത് സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോവാമോ? എനിക്കും തനുവിനും കുറച്ചു നേരം ഒറ്റയ്ക്ക് സംസാരിക്കണം. ഞാൻ പോവാം. ആ വാതിലൊന്ന് അടച്ചിട്ട് പോണേ. പറഞ്ഞതല്ലേ ഞാൻ, കേൾക്കുന്നതിലല്ല കാണുന്നതിലാണ് സുഖമെന്ന്. ഒരു വെടിക്ക് രണ്ടു പക്ഷി. മോഷണക്കുറ്റത്തിന്റെ പേരിൽ പ്രിയ അച്ചമ്മയുടെ മുന്നിൽ തല കുനിക്കും. കൂടാതെ പ്രണവിന് അല്പസ്വല്പം ഉണ്ടായിരുന്ന ഫീലിങ്സ് ഇല്ലേ, അതും അങ്ങ് മാറിക്കിട്ടും. സ്വീറ്റാട്, അച്ചമ്മയുടെയും പ്രണവിന്റെയും മുന്നിൽ മാത്രമല്ല, മറിച്ച് എല്ലാവരുടെ മുന്നിൽ തല കുനിക്കും ആ കണ്ണാടി. എല്ലാവർക്കും മനസ്സിലാവും അവൾക്ക് എത്രമാത്രം ആർത്തിയാണെന്നും നല്ല ഒന്നാം തരം കള്ളിയാണെന്നും. എന്റെ റിംഗ് സെർമണിയിൽ അവൾ പിടിക്കപ്പെട്ടാലുണ്ടല്ലോ തനു, എന്റെ റിംഗ് സെർമണിക്ക് നക്ഷത്ര ശോഭയായിരിക്കില്ലേ? ചിലപ്പോഴൊക്കെ വിഷമം തോന്നും അവളെ ഓർത്ത്. പാവം, അവൾ ഇവിടെ അതിഥിയായി വന്നതല്ലേ, എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം പിടിക്കാൻ വന്നതല്ലേ അവള്. ഇനി അവൾക്ക് ഈ വീട്ടിൽ പോലും ഇടം ഉണ്ടാവില്ല. സോ സാഡ്. ഐ ഡോണ്ട് ബിലീവ് ദിസ്. ഇതെല്ലാം എത്ര പെട്ടെന്നാ നടക്കുന്നേ? ശരിക്കുള്ള ഫൺ ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ തനു. നമുക്ക് പോയി എൻജോയ് ചെയ്യാം. Let's go. അച്ഛമ്മേ, ഏട്ടാ, ഞാൻ മുറിയിൽ മുഴുവൻ നോക്കി, റിംഗ് അവിടെ ഒന്നുമില്ല. റിംഗ് സെറിമണിയുടെ ദിവസം റിംഗ് കാണാതെ പോകുന്നത് ശുഭകരമല്ല. കാണാതെ പോയതല്ല, കാണാതെ ആക്കിയതാണ്. ഇവിടെ ആരും ഉണ്ട് എന്റെ എൻഗേജ്മെന്റ് പ്രണവുമായി നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവർ. നീ എന്തായി പറയുന്നത്? അങ്ങനെ ആരാ ഇവിടെ ഉള്ളത് നിന്റെ സന്തോഷത്തിൽ പങ്കുചേരാത്തവരായി? ആരോ ഉണ്ട് ഈ ബന്ധം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവർ. അച്ഛമ്മേ, ആ റിംഗ് ഞാൻ സ്വയം സെലക്ട് ചെയ്തത്. ഇറ്റ്സ് എൻ എക്സ്പെൻസീവ് റിംഗ്. അവർക്ക് എന്റെയും പ്രണവിന്റെയും ബന്ധത്തിൽ മാത്രമല്ല, ആ റിംഗിലും ഉണ്ട് ഒരു നോട്ടം. ആൻഡ് ഐ എം ഷുവർ അതാരായിരുന്നാലും ഈ വീട്ടിലുള്ളവരാണ്. ഉണ്ടാതിരിക്കെ, വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറയാമെന്നാ? ഇവിടെ ആരും ഇങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ഇല്ല. അത് ഇവിടെ എവിടെയെങ്കിലും കാണും. ശ്രദ്ധിച്ചു നോക്ക്, അല്ലെങ്കിൽ വേലക്കാരോട് ചോദിക്ക്. എനിക്ക് തോന്നുന്നത് റിംഗ് പ്രിയയാവും എടുത്തതെന്നാണ്. ചെറിയ വീട്ടിൽ നിന്ന് വന്നതല്ലേ, ഡയമണ്ട് റിംഗ് കണ്ടപ്പോൾ കൺട്രോൾ പോയിട്ടുണ്ടാകും. പിന്നെ അവൾക്കല്ലായിരുന്നു ആഗ്രഹം പ്രണവിന്റെയും ആലിയയുടെയും എൻഗേജ്മെന്റ് നടക്കരുതെന്ന്. മാം, ഞങ്ങൾ എല്ലായിടത്തും നോക്കി, റിംഗ് എവിടെയും കണ്ടില്ല.
പൊയ്ക്കോളൂ റോബി. ഓക്കെ മാഡം. ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾ എല്ലാവരോടും റിംഗ് ഒരിടത്തു നിന്നും കിട്ടില്ലെന്ന്. അല്ലെങ്കിലും കിട്ടുന്നത് എങ്ങനെയാ? കാരണം എടുത്തത് ആരായാലും അവർ ആ റിംഗ് ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ആലിയ, റിങ്ങിന്റെ കാര്യം വിട്ടുകളാ. ശുഭമുഹൂർത്തമാണ്. ഞാൻ മറ്റൊരു റിങ് കൊണ്ടുവരാം. നിശ്ചയം നടക്കട്ടെ, പിന്നീട് ആലോചിക്കാം ആ റിങ്ങിന്റെ കാര്യം എന്ത് ചെയ്യണമെന്ന്. ഈ നിശ്ചയം ഇനി നടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ റിംഗ് തിരിച്ചു കിട്ടിയേ മതിയാവൂ. ആ കള്ളനെ പിടികൂടിയേ മതിയാവൂ. ആ കള്ളന് ഞങ്ങളുടെ ബന്ധത്തിൽ ദൃഷ്ടിദോഷമുള്ളത് വരെ ശുഭമുഹൂർത്തം ഒരിക്കലും ആവില്ലല്ലോ അച്ഛമ്മേ. നീ എന്ത് ചെയ്യാൻ പോവാ? എക്സ്ക്യൂസ് മീ എവ്രിവൺ. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്റെ എൻഗേജ്മെന്റ് റിംഗ് മിസ്സിംഗ് ആണ്. ഈ വീട് മുഴുവൻ നോക്കിയിട്ടും അത് തിരിച്ചു കിട്ടിയിട്ടില്ല. അതിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. ആ റിംഗ് ഇവിടെ കൂടി നിൽക്കുന്നവരുടെ ആരുടെയോ കയ്യിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പാണ്. ആ റിംഗ് എത്ര കോസ്റ്റ്ലി ആണെന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം. ചോദ്യം ഇതാണ്: ഇവിടെ കൂടിയിട്ടുള്ളവരിൽ ആർക്കാണ് എന്റെയും പ്രണവിന്റെയും എൻഗേജ്മെന്റ് നടക്കരുതെന്ന ആഗ്രഹമുള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ മനസ്സിലാവുമായിരിക്കും ഒരു പ്രശ്നം സ്വന്തം ബന്ധത്തിന് വന്നാൽ അത് എത്ര സങ്കടകരമായിരിക്കുമെന്ന്. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും കോഓപ്പറേറ്റ് ചെയ്യുമെന്ന്. ഞങ്ങൾക്ക് നിങ്ങളെ സംശയമില്ല. പക്ഷേ നിങ്ങൾ എല്ലാവരും പ്ലീസ് പ്ലീസ് ഈ സിറ്റുവേഷനെ ഒന്ന് മനസ്സിലാക്കൂ. എന്നിട്ട് ഞങ്ങളോട് സഹകരിക്കൂ. കാരണം ഇനി ഇവിടെ ഓരോരുത്തരെയും പരിശോധിക്കുന്നതായിരിക്കും. നീ ഇതെന്താ പറയുന്നത്? ഇവരെല്ലാം നമ്മുടെ സ്വന്തമാണ്. ഇവരെ എല്ലാം പരിശോധിച്ച് ഇവരെ ഇൻസൾട്ട് ചെയ്യുകയാണോ? എല്ലാവരെയും അല്ല അച്ഛമ്മേ, മോഷ്ടാവിനെ മാത്രം. ആലി, എനിക്കറിയാം നിനക്ക് പ്രിയയെ സംശയമുണ്ടെന്ന്. പക്ഷെ ഇങ്ങനെ എല്ലാരും ചെക്ക് ചെയ്താൽ അത് നമ്മുടെ കുടുംബത്തിന് തന്നെ ഇൻസൾട്ട് ചെയ്യുന്നതാവില്ലേ? ഒരുപക്ഷെ പ്രിയയുടെ പേഴ്സിൽ നിന്ന് ആ റിംഗ് കിട്ടിയില്ലെങ്കിലോ? റിംഗ് എങ്ങനെ കിട്ടാതിരിക്കുവേട്ടാ? കാരണം അത് ഞാനല്ലേ വയ്പ്പിച്ചത്. ഇനി പ്രിയയുടെ യാഥാർത്ഥ്യം എല്ലാവരുടെയും മുന്നിൽ വരും. അവളുടെ മുഖം മൂടി അഴിയും. എന്നുവച്ചാൽ ഇന്ന് നിന്റെ നിശ്ചയത്തിനൊപ്പം ആ കണ്ണാടിയുടെ യാത്രയപ്പം ഉണ്ടാകുമോ? Absolutely. Come on, let's go. I'm sorry, Etta. We have to do this. So should we continue? ഏറ്റവും ആദ്യം എന്റെ പേഴ്സന്റെ ചെക്ക് ചെയ്തോളൂ. എന്റെയും ചെക്ക് ചെയ്തോളൂ. നിങ്ങളുടെ ഫാമിലി തന്നെ കോപ്പറേറ്റ് ചെയ്യുമ്പോ ഞങ്ങൾക്ക് എന്തിനാ എതിർപ്പ്? എടുത്ത് എക്സ്ക്യൂസ് മീ. പ്രണവ്, ഇഫ് യു ഡോണ്ട് മൈൻഡ്, എന്റെ കുടുംബക്കാരുടെ ചെക്കിംഗ് നിനക്ക് ചെയ്യാമോ? ബാക്കിയുള്ളവരുടെ ചെക്കിംഗ് ഗാർഡ്സ് ചെയ്തോളൂ പ്ലീസ്. എന്റെ ബാഗ് ചെക്ക് ചെയ്തോളൂ. ഒരു നിമിഷം, ഇനി ചെക്ക് ചെയ്തോളൂ. ഇത്രയും പൈസയോ? ആകാശം അടിച്ചു മാറ്റാൻ തുടങ്ങിയെന്നോ തോന്നുന്നു. മമ്മി, ബാത്റൂമിൽ പോണം. നിനക്ക് പിന്നെ പോയാ പോരെ? അയ്യ, അതൊന്നും പറ്റൂല. ഇപ്പൊ തന്നെ പോണെങ്കിലേ കുഴപ്പമാവും. നിന്റെ ഒരു കാര്യം, ഇതൊരു കഷ്ടമാലോ. ശരി, പെട്ടെന്ന് തിരിച്ചു വരണം. നടക്കും. നിങ്ങളുടെ ബാഗ് നിൽക്ക്. പ്രിയയുടെ ബാഗ് ആരും പരിശോധിക്കണ്ട. ഇതെന്താ അച്ഛമ്മേ? പ്രിയ അച്ഛമ്മയുടെ മരുമകളാണെങ്കിൽ ബാക്കി വീട്ടുകാരും അച്ഛമ്മയുടെ ആരുമല്ലേ? അവളെ അച്ഛമ്മയ്ക്ക് വിശ്വാസമുണ്ട് എന്ന് വെച്ച് മറ്റുള്ളവരെ വിശ്വാസമില്ലേ? ഐ മീൻ ഓൾ ദീസ് ഗെസ്റ്റ്. അവർക്ക് തോന്നില്ലേ അച്ഛമ്മ അവരോട് പാർഷ്യാലിറ്റി കാണിക്കുകയാണെന്ന്, അവർ ഇൻസൾട്ട് ചെയ്യാണെന്നൊക്കെ? ഞാൻ ആരോട് എന്ത് ചെയ്യണമെന്ന് നീ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അല്ല അച്ഛമ്മേ, ഞാൻ വെറുതെ. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. നീ ഇതിൽ തലയിടാതിരുന്നാൽ വളരെ നല്ല കാര്യം. അച്ഛമ്മേ, തനു പറഞ്ഞത് ശരിയാണ്. നമുക്ക് വിശ്വാസമുള്ളിടത്ത് ചെക്കിംഗ് ചെയ്താൽ ആര് ചോദ്യം ചോദിക്കാൻ അച്ഛമ്മേ? അതെ ഏട്ടാ, ഡു യു മൈൻഡ് ഏട്ടന്റെ വൈഫിന്റെ ബാഗ് ഞങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ? തീർച്ചയായും. ഐ മീൻ, എനിക്കെന്ത് പ്രോബ്ലം ആകാനാ? എനിക്ക് നല്ലതല്ലേ.
എന്റെ ഭാര്യ എത്ര നല്ലവളാണെന്ന് എല്ലാവരും അറിയുന്നത്. So carry on.